മോഹൻലാൽ ഫാൻസ് എന്നും പറഞ്ഞ് കിടക്കുന്ന വെറും ഒരു അതിൽ യഥാർത്ഥ ഫാൻസിന് കാര്യങ്ങൾ അറിയാം. ഇത് വെച്ച് ജീവിക്കുന്ന ഒരു 10, 12, 15 ആൾക്കാരുണ്ട്. ഇവന്മാർ പറഞ്ഞു എന്നാൽ ഇവരിൽ അതല്ലേ പറഞ്ഞ് ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ ഇനി സാധിക്കില്ല. ഇവരൊരു ഫാനിൻ്റെ വെറുതെ ആനപ്പുറത്തുനിന്ന് വീണിട്ട് പിന്നെ നട്ടലിൽ ഒടിഞ്ഞിട്ട് കിടക്കായിരുന്നു. അവരുടെ ലിസ്റ്റ് എടുത്ത് നോക്ക്, ആരാണ് ടോട്ടൽ ഏറ്റവും അധികം ഡൊണേഷൻ കൊടുക്കുന്നത്. അത് മേജർ രവിയാണ്. ബാക്കിയൊക്കെ 5000, 2000 കൊടുക്കുന്നത് ഞാൻ 50,000 എഴുതിയും കൊടുത്തു. അതോടെ മോഹൻലാൽ ഫാൻസിൽ ഉണ്ടായിരുന്നു. അതൊന്നും അറിഞ്ഞിട്ടില്ല. അതൊരു പാവപ്പെട്ടൊരു നമ്പൂരി, അതിന് കഴിവില്ല. ഇവൻ മോഹൻലാൽ ഫാൻസിൻ്റെ വലിയൊരു ഹാർഡ് കോർ ഫാനാണ്. ആനപ്പുറത്തുനിന്ന് താഴത്തേക്ക് വേണം. നമ്മളവിടെ ആ സമയത്തൊക്കെ വിമാനം എന്നെ എയർഗേറ്റ് നിർത്തിയിരിക്കുകയാണ്. ഇയാളാണോ ആരാണ് മോഹൻലാലിന് വേണ്ടി സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവനറിയോ ഞാൻ ആരാണെന്നുള്ളതും ഞാനും മോഹൻലാലും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും വിവരമുണ്ടായതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് എനിക്കിതിൽ വല്ലതും കിട്ടാനുണ്ടോ? എനിക്ക് ഇപ്പോൾ മോഹൻലാലിനെ താങ്ങി പിടിച്ച് നടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്കത് ചെയ്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റേതായിട്ടുള്ള ലൈനിലാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള വരുമാനങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെച്ച് ജീവിക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇനിയും ഈ ഫാൻസ് മനസ്സിലാക്കിയാൽ നിങ്ങളെപ്പോലെ മൂപ്പരൊരു പടം വരുമ്പോൾ 10 ടിക്കറ്റ് കിട്ടി എനിക്കതൊന്നും വേണ്ട. മോഹൻലാലിന് വേണ്ടിയിട്ട് യെസ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടപ്പെടുകയാണ്. ആ വ്യക്തിയിൽ ചില ക്വാളിറ്റീസ്. ഇപ്പം നരേന്ദ്രമോദിജി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്നുള്ളത് എനിക്കറിയില്ല. ഐ വിൽ ഡൈ ഫോർ ഹിം ബിക്കോസ് ഈസ് എ നോൺ കറപ്റ്റഡ് കമ്മിറ്റഡ് പേഴ്സൺ. രാജ്യത്തിന് വേണ്ടിയിട്ട് ഓടുന്നു, ഫ്ലൈറ്റിൽ പോകുന്നു. ഒരു പ്രധാനമന്ത്രിയാണ് ഇതൊക്കെ ചെയ്യുമായിരിക്കും. അതിന് നിങ്ങൾ എന്ത് ക്രിറ്റിസിസം വേണമെങ്കിൽ ചെയ്തോ. യെസ്, ഐ വിൽ ഡൈ ഫോർ ഹിം. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു മോഹൻലാൽ എന്നുള്ളത് എൻ്റെ മനസ്സിനകത്ത്. ഇപ്പം മമ്മൂക്കയ്ക്ക് ഇപ്പോൾ സുഖമില്ലാതിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അത്. മമ്മൂക്ക ഇതായിപ്പോയി എന്നുള്ളത്. കാരണം മമ്മൂക്കയായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്ന ആളാണ്. കാരണം എന്താ പറയുക, വയസ്സ്, ആ റെസ്പെക്റ്റ്. മോഹൻലാലിനെ പോലെ എനിക്ക് പോയിട്ട് കളിതമാശ പറയാൻ പറ്റില്ല. അതവിടെ വരുന്ന സമയത്ത് ആയിക്കാം. പക്ഷെ അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ചിലവന്മാർ ക്രിറ്റിസൈസ് ചെയ്തപ്പം ഐ റിയലി ഫെൽ ബാഡ്. ഐ ഷൗട്ടഡ്. അപ്പോൾ എൻ്റെ ചില ലൈക്കിങ്ങും ഡിസ്ലൈക്കിങ്ങും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അതിനിപ്പോൾ നിങ്ങളെന്നെ ഏറെ കയറ്റ് വെള്ളത്തിൽ താത്ത് എന്ത് വേണമെങ്കിൽ ചെയ്തു. എനിക്ക് എന്തും ബാധിക്കുന്നുണ്ടോ? ഒന്നും ബാധിക്കുന്നില്ല. കാരണം ഇവർ ആരും ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത്. സിനിമയില്ലേ എങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും. നല്ല പെൻഷനുണ്ട്. ഈ മിലിറ്ററി സർവീസ് കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് വന്നില്ലേ, അതെങ്ങനെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് എങ്ങനെ സംഭവിച്ചത്? സിനിമ എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ ഉണ്ട്. എനിക്ക് ഏറ്റവും അന്നൊക്കെ അസൂയുണ്ടായിരുന്നു നസീർ ഖാനോട് ഭയങ്കര അസൂയായിരുന്നു. കാരണം ഹീറോയിൻസിനൊക്കെ കെട്ടിപ്പിടിച്ച് പാട്ടൊക്കെ പാടിയിട്ട് നടക്കുന്ന ഈ ചങ്ങായിക്ക് ഇത് പറ്റും, നമുക്കൊന്നും പറ്റും. സത്യൻ സാറ്, മധു സാറ്, ഇവരൊക്കെ കാണുമ്പോൾ നമുക്കും ഇങ്ങനെ പിന്നെ ഇങ്ങനെ അന്താളിച്ചിരുന്ന് നോക്കിയിട്ട് ഈ സ്ക്രീനിൽ. പലപ്പോഴും ഞാൻ പട്ടാമ്പി മിനർവ തിയേറ്ററിൻ്റെ പുറകിലൊക്കെ മണലിലാണ് ഇരിക്കുക. 10 പൈസക്കുള്ള ടിക്കറ്റ്. ആ സ്ക്രീനിൻ്റെയൊക്കെ പുറകിൽ പോയി നോക്കും. ഇതൊക്കെ എവിടുന്ന ഇവർ വരുന്നത്. അങ്ങനെ തുടങ്ങിയ സിനിമാ ഭ്രാന്താണ്. ആ സിനിമാ ഭ്രാന്ത് എന്നെ ഒരു ഹിറ്റ് ഫിലിം മേക്കറാക്കിയിട്ട് കീഴ്ചക്രയിൽ കൂടെ വരാൻ സാധിച്ചെങ്കിൽ അന്നത്തെ പാഷനായിരിക്കും അത്. ഇതെന്താണ്? ഇതൊരു മിഥ്യയല്ലേ? ഇതെന്താണ് ഈ ലോകം? സത്യം പറഞ്ഞാൽ ഡയറക്ഷൻ എന്നുള്ള എനിക്ക് പേടിയായിരുന്നു. ഇങ്ങനെ ചെയ്യൊരു മനുഷ്യൻ എന്നുള്ള വിചാരിച്ച ആൾ അതിലേക്കും ചെന്ന് പെടുകയാണ്. കീർത്തിചക്ര സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു മിലിറ്ററിയിൽ ചെന്നപ്പോൾ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ സുന്ദരനാണല്ലോ, അപ്പോൾ അഭിനയിക്കാം. ഇതാണ് എൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത ശരീരം ഇതെല്ലാം. പിന്നെ ഡ്രാമ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കോമഡികളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തിരുന്ന മിലിറ്ററിയിലാണെങ്കിലും സ്കൂളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടൻ എന്നുള്ളതാണ് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. പുറത്ത് വന്നപ്പം പ്രിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പ്രിയേട്ടൻ വല്ല ചെറിയ റോളുകളിലൊക്കെ തരും. അപ്പോൾ മൂപ്പരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവൻ നടനാണെന്നുള്ളത്. പിന്നെ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ ഇവിടെ തന്നെ വാ ഇവിടെ ചെറിയ റോളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആർക്കും നമുക്ക് അങ്ങനെയുള്ളൊരു ബ്രേക്ക് സിനിമയിൽ കിട്ടുന്നില്ല. അപ്പോഴാണ് പ്രിയേട്ടൻ നീ അസിസ്റ്റൻ്റായിട്ട് പോകാമെന്നും പറഞ്ഞ് ഞാൻ ആഡുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് 100 ചില്ലാനം ആഡ് ഒറ്റയ്ക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. വലിയ വലിയ ആഡുകൾ. ഒരു 10-20 ആഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്റ്റോറി ബോർഡ് കിട്ടുമ്പോൾ
രാത്രി ഇരുന്നിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്യും. നാളെ പ്രിയേട്ടൻ ഇതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ പോക്കറ്റിൽ വയ്ക്കും. പിറ്റേ ദിവസം കറക്റ്റ് പോയി കഴിഞ്ഞാൽ ചെന്ന വഴിക്ക് പ്രിയേട്ടൻ ട്രാക്ക് ഇടണോ ഫസ്റ്റ് ഷോട്ടിന്, ആ അപ്പോൾ നമുക്ക് കറക്റ്റ് ഞാനിതിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഷോട്ട് പ്രിയേട്ടൻ ചിലപ്പോൾ ട്രാക്ക് ഇടിപ്പിക്കും, അല്ലെങ്കിൽ ജിമ്മിയെ. അങ്ങനെ വന്നപ്പോൾ ഇത് കുഴപ്പമില്ല, ഈ സംഭവം നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതവിടെ നിന്നു. പിന്നെ ഈ സിനിമ കീർത്തിചക്രയും കൊണ്ടിട്ട് ഞാൻ 2000 തൊട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ബിജു മേനോനെ വെച്ചിട്ട് തുടങ്ങാൻ നിന്നതാണ് കീർത്തിചക്ര. കഥ പറഞ്ഞ് ബിജുവിനെ ഇഷ്ടപ്പെട്ടു. ബിജുവിനെ ആദ്യം ഹീറോ ആക്കിയിട്ടങ്ങ് ഫുൾ ഫ്ലെഡ്ജ് ചെയ്യാൻ തുടങ്ങി. അപ്പം ബിജു ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവന്നു, അമേരിക്കയിൽ നിന്ന് കുറച്ച് ആളുകൾ. ഇവന്മാരെന്നെ ഈ താജിലിരുന്നിട്ട് കഥ കേൾക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ബിജു ചെന്നിരുന്നപ്പോഴത്തേക്കും ഇവർ 3-4 ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. ചീട്ട് വെച്ചിട്ടുണ്ട് ടേബിൾ, മറ്റേ ബെഡിൽ. ബിജു ചെല്ലുന്നു, ഒരു 10,000-ൻ്റെ എടുത്തിട്ട് കൈ കൊടുക്കുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ മുക്കലിരിക്കുന്നുണ്ട്, കീർത്തിചക്രയുടെ സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്, കഥ പറയാണ്. ഞാൻ കഥ പറയുന്ന സമയത്ത് ഇവരിവിടെ കളിയിൽ മുഴുകിയിരിക്കുകയാണ് ഫുൾ. ഞാൻ ഒരു 5 മിനിറ്റ് പറഞ്ഞു കാണുമായിരിക്കും. ഞാനത് മടക്കിയിട്ട് ആ പറഞ്ഞിവിടെ പറയാൻ പറ്റില്ല. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ ബിജുവിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു, വേറെ പടം ചെയ്യില്ല, ഒന്നുമില്ല, നിന്നെ ചീട്ടടിക്കാൻ വേണ്ടി കമ്പനിക്ക് വിളിച്ചിരിക്കുകയാണ് കേട്ടോ, ഞാൻ പോകുന്നതാണ്. ഹൈ അത് മുണ്ടിപ്പോരുന്നത് ഇറങ്ങി പോകുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് 2 കൊല്ലം സ്ക്രിപ്റ്റ് അവിടെ ഇരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തോന്നി, ഇത് മോഹൻലാലിനോട് പറഞ്ഞാൽ എങ്ങനെ. അങ്ങനെയാണ് സ്ക്രിപ്റ്റ് അവിടെ നിന്ന് എടുത്ത് പൊടിയും തട്ടി മദ്രാസിൽ നിന്ന് വണ്ടി എടുത്ത് വന്ന് കാഞ്ഞങ്ങാട് പോയിട്ട് കഥ പറയുന്നു. അപ്പം തന്നെ ഡേറ്റും കിട്ടി. ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ, ഇനിയിപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുണ്ട്, കഥ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതെന്താ ടെൻഷനായി. പിന്നെ ഷൂട്ട് ചെയ്തു. നമുക്ക് തോന്നിയത്, നിങ്ങൾ പലപ്പോഴും പറയും മറ്റേ സിനിമയുടെ 180 ഡിഗ്രി അത് ക്രോസ് ചെയ്യാൻ പാടില്ല, ലെഫ്റ്റ് റൈറ്റ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഞാൻ അങ്ങനെയുള്ള കൺവെൻഷൻ ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് ഇത് ഇങ്ങനെ ഓക്കെ, ഈ ഫ്രെയിമാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് എൻ്റെ ജനങ്ങൾ കാണേണ്ടതെന്ന് പറഞ്ഞപ്പം അത് കറക്റ്റ്. നിങ്ങൾ ഇനി പടം ഇരുന്ന് കാണും. ഞാൻ അൺകൺവെൻഷണൽ വേയിൽ ഞാൻ ആ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് 4-5 സ്ഥലങ്ങൾ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. കാരണം അത് അത്രയും എൻക്രോസ് ആയിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്തിരിക്കുന്നത്. ആ എഡിറ്റിംഗ് അടക്കം ഞാൻ കുത്തിരുന്ന് ഇന്നടുത്ത് കട്ട് ചെയ്യും, ഇന്നടുത്ത്. കാരണം എൻ്റെ എഡിറ്റർക്ക് ആവിഡിൽ വർക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മൾ പറയുന്നിടത്ത് ബട്ടൺ അമർത്തും, അങ്ങനെ പോയി. പക്ഷെ അതിലെന്താണെന്ന് വെച്ചാൽ കുറേ സമയമെടുത്തു. ഒരു 10-40 ദിവസം റഫ് കട്ടിനെടുത്തു. കാരണം എഴുതി മറ്റേ ഷൂട്ടിൻ്റെ ഇതില്ല, എഡിറ്റ് റിപ്പോർട്ടില്ല, അതുകൊണ്ടെടുത്ത് മുങ്ങിപ്പോയി. ഒരു അസോസിയേറ്റായിട്ട് വന്നിരുന്നവൻ അവൻ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ആ ബുക്ക് കൊണ്ട് അവൻ മുങ്ങിപ്പോയി. നിങ്ങൾക്കറിയില്ല, ഒരു പടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ പടത്തിന് അസോസിയേറ്റ് എന്നും പറഞ്ഞു വന്നവൻ 2-ാം ദിവസം എനിക്കിട്ട് പണി നിന്നിട്ട് കാശ്മീരിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നീ ഇവിടുന്ന് പൂരടാന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് പോകണമെങ്കിൽ ബൈ റോഡ് അല്ലെങ്കിൽ ബൈ എയർ. 2 സ്ഥലത്തും CRPF-ഉം പട്ടാളമുണ്ട്. 2 സ്ഥലത്തും എൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ വഴിക്കൂടെ ഈ സാധനം പോകരുതെന്ന് പറഞ്ഞു. അവനവിടെ നിന്നു. പക്ഷെ അവനതിനുള്ള പണി തന്നത് എങ്ങനെയാണ്, എഡിറ്റ് റിപ്പോർട്ട് എടുത്തിട്ട് പോയി. പിന്നെ എനിക്കറിയാതെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നുള്ളൂ. സാർ ഇല്ല ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് തേർഡാണോ, 1 മണിക്കൂർ 2 മണിക്കൂർ തപ്പുകയാണ്, തപ്പിയിട്ട് കിട്ടുമത്. അങ്ങനെ ഉണ്ടാക്കിയൊരു പടമാണ് കീർത്തിചക്ര. അതിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അതിനെ സപ്പോർട്ട് ചെയ്തൊരു ഒറ്റ വ്യക്തി എന്ന് പറയുന്നത് RB ചൗധരിയാണ്, പ്രൊഡ്യൂസർ. അദ്ദേഹം പറഞ്ഞു, നന്നായിട്ട് എല്ലാം ആയി കഴിഞ്ഞിട്ട് മാത്രം മതി റിലീസിൻ്റെ ഡേറ്റ് പറയാമെന്ന്. അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. അത് കഴിഞ്ഞ് പിന്നെ പടം വന്നപ്പോൾ നിങ്ങളെല്ലാം ആഹോ ഓഹോ എന്ന് പറഞ്ഞു. അത് പൊളിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് എന്നെ വിളിക്കാൻ യോഗം ഉണ്ടാവില്ല. കാരണം മേജർ രവി ഉണ്ടാവില്ലായിരുന്നു അന്നത്. അങ്ങനൊരു അതല്ലേ പറഞ്ഞു, ഒരു കൺവിക്ഷൻ എന്നുള്ളത് ജീവിതത്തിൽ എനിക്കിത് ചെയ്യണം, അതിനുവേണ്ടി ഏതറ്റം വരയ്ക്കും ഞാൻ പോകും. പിന്നെ നടന്നില്ലെങ്കിൽ പിന്നെ വിചാരിക്കാം യോഗമില്ല പോട്ടെ. പക്ഷെ അങ്ങനെ നടക്കാത്തതായിട്ട് നേരൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ആക്ച്വൽ ഓപ്പറേഷൻ. എനിക്കെൻ്റെ അവാർഡ് കിട്ടിയത്, ഗാലറി മെഡൽ കിട്ടിയത് അതിലാണ്. ആ 7 പേരെ കൊന്നതിൽ അതൊരു 7 പീപ്പിൾ ബ്രോഡ് ഡേ ലൈറ്റിലാണ് നമ്മൾ കൊല്ലുന്നത്. അതും ഫേസ് ടു ഫേസ് നമുക്കത് ഫീൽ ചെയ്യും ഒരാളെ കൊല്ലുന്നത്. അല്ലാതെ
ഇരുട്ടത്ത് വെടിവെക്കുന്നില്ല. ഉച്ചയ്ക്ക് ഒരു 11-12 മണി ആ ടൈമിൽ നമ്മൾ നല്ല ചൂടത്ത് ബ്രോഡ് ഡേ ലൈറ്റിൽ ഓപ്പണായിട്ട് അങ്ങനെ വീടല്ലായിരുന്നു അതൊരു ഫീൽഡായിരുന്നു. അത് നമ്മൾ സിനിമ കാണിക്കും. 6 പേരെ കൊന്നിട്ട് 7ാമത്തെ എവിടെയെന്ന് ചോദിക്കുന്നില്ലേ, അതും നടന്നതാണ്. 7ാമത്തെ കിട്ടിയില്ല, 7ാമത്തെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ശബ്ദം കേട്ട് ചാടിയപ്പോഴാണ് നമ്മുടെ 7ാമത്തെ ഉള്ളത്. അല്ലെങ്കിൽ അവൻ നമ്മളെല്ലാവരും കൊല്ലുമായിരുന്നു. ഒരു ഓപ്പറേഷൻ പോകുമ്പോൾ നമ്മൾ എത്ര ആളുണ്ടെന്നുള്ള കൺഫർമേഷൻ കിട്ടുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കെപ്പോഴും ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാം 6 പേരുണ്ടായിരുന്നു. 6 പേരെ കൊന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സ് ആവും. ആ റിലാക്സേഷൻ മൂഡിലാണ് നമ്മൾ അറിയാത്തൊരുത്തൻ അപ്പുറത്തുണ്ടെങ്കിൽ അവൻ നമ്മളെല്ലാം തട്ടിക്കളയും. അതാണ് അവിടെ ആ ഓപ്പറേഷൻ സംഭവിച്ചത്. ഞാനെടുത്തിട്ട് വണ്ടിയിൽ നിന്ന് എടുത്തിട്ടെങ്കിൽ ചാടുക, ഒരു വണ്ടിക്കകത്താണ് കയറിപ്പോയത്. അപ്പോൾ പിറകുന്ന് DCM ഡയറക്ടറെ എടുത്ത് ചാടുമ്പോൾ എൻ്റെ JC എന്നെ കയറുമ്പോൾ, എൻ്റെ ജൂനിയറാണ്, അയാൾ അങ്ങനെ കോളറിൽ പിടിച്ചിട്ട് സാബ്ജി ബുള്ളറ്റ് തെക്കോന്നാണ് വടി. അപ്പം നോക്കുമ്പോൾ ശരിയാണ്, ആകെ 4 ബുള്ളറ്റ് മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. പിന്നെ ഞങ്ങൾ മാക്സിമം മാറ്റി 30 എല്ലാവരും ആറ്റിട്ട് എന്നിട്ട് ഞാൻ എടുത്ത് ചാടി വഴിക്ക് അവിടെ നിന്ന് ശബ്ദം കേട്ടു, ഒന്ന് ഇളകുന്നു. പിന്നെ ഈ മുകളിൽ നിന്ന് 30 പോകുന്നു, എൻ്റെ ഇവിടുന്ന് താഴ്ത്തുന്ന ഒരു 30 പോകുന്നു. പിന്നെ ബോഡി കിട്ടുമ്പോൾ നമുക്ക് ആ ബോഡിക്കകത്ത് നമുക്ക് കാണാതെ നെറ്റ് പോലെ ഉണ്ട്. ബ്ലഡ് ആയതുകൊണ്ട് തന്നെ തുള കാണില്ല, എല്ലാം കൂടെ അങ്ങ് പരന്നിരിക്കുന്നു. 10-60 ബുള്ളറ്റുകൾ ഒരു ഡയറക്ഷനിൽ പോയിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മളത് അറിഞ്ഞില്ല, അവൻ ശബ്ദിച്ചില്ല. ഞാൻ ഇറങ്ങി നടക്കുമ്പോഴേക്കും അവൻ വെടിവെക്കുന്നു. സോ അതിനാണ് നമ്മൾ പറയുന്നത്, ഏതൊരു ഓപ്പറേഷനും ക്ലിയർ ഇൻഫർമേഷൻ വേണം. ഇൻഫർമേഷൻ അബൌട്ട് എനിമി എന്നുള്ളത്. ശത്രുവിനെ ശരിക്കും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു ഓപ്പറേഷൻ പോകുന്നത്. അതില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ അവിടെ പിന്നെ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കിയില്ലായിരുന്നെങ്കിൽ മുകുന്ദ വരദരാജ എങ്ങനെ മരിച്ചത്? അമരൻ പടത്തിൻ്റെ കഥ എന്താണ്? അവൻ മരിച്ചത് ഞങ്ങളുടെ പിക്കറ്റ് 43 ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലോട്ടിൽ, സെക്കൻഡ് ലോട്ടിലാണ് അവൻ മരിച്ചു പോയിരിക്കും. ഇവൻ പോയപ്പോൾ ഒരു ടിൻ ഷീൽഡ് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കമാൻഡർ എന്ന് പറഞ്ഞാൽ ബ്രിഗേഡിയർ പ്രമോദായിരുന്നു. അവൻ മരിച്ചു പോയി പാവം, എൻ്റെ ബാച്ച്മേറ്റ്. അപ്പം പ്രമോദ് പറഞ്ഞ രവി ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, രാത്രി കോടം ചെയ്തിട്ടേക്ക്, കാലത്ത് ചെയ്യാമെന്നുള്ളത്. ഇവൻ ഈ സന്ധ്യാസമയത്ത് ഇതിൽ കയറുമ്പോൾ ഈ ടിൻ ഷീൽഡിൻ്റെ അടിയിൽ ആയിരുന്നു ഇവൻ കിടന്നിരുന്നത്. ഇവൻ ടിൻ ഷീൽഡ് ചവിട്ടിയതും ശബ്ദം വന്നു, ഇവൻ നേരം അതിനകത്തൊന്നും വെടിവെച്ചു. അങ്ങനെയാണ് ഇതാണ് പറയുന്നത്, നമുക്ക് ഇൻഫർമേഷൻ കറക്റ്റ് അല്ലെങ്കിൽ വി ഗെറ്റ് ഇൻ ടു ട്രാപ്പ്. അങ്ങനെയാണ് അവൻ മരിച്ചു പോയത്. സോ ഏതൊരു ഓപ്പറേഷനും ഇറ്റ് ഇസ് നോട്ട് എ ഷുവർ ഷോട്ട് ദാറ്റ് യു വിൽ കം ബാക്ക് അല്ല. നമ്മൾ വരുമോ ഇല്ലേ എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ സിനിമയിൽ കീർത്തി ചക്രയിലെ ഒരു പാട്ടില്ലേ, മേരാ കാശ്മീർ, ഖുദാസെ, അത് ഒരു ഭയങ്കര കാശ്മീരിനോട് ഭയങ്കര സ്നേഹമുള്ള, അത് എങ്ങനെയാണ്, ലൈക്ക് യു വാണ്ടഡ് ദാറ്റ് പെർട്ടിക്കുലർ സോങ്, ലൈക്ക് യു ടോൾഡ് ദ ലിറിസിസ്റ്റ്. അതെന്താണെന്ന് അറിയാമോ, ഞാൻ കാശ്മീർ സർവീസ് ചെയ്തിട്ടുണ്ട്, 88കളിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ട ഹോസ്റ്റൈൽ കാശ്മീരുണ്ട്. ഇങ്ങനെ നോക്കുള്ളവർ ഒരെണ്ണം നമ്മളോട് ചിരിക്കില്ല. അവരുടെ വാച്ചിൻ്റെ ടൈം പാകിസ്ഥാൻ ടൈമായിരിക്കും. എത്രയോ വാച്ചുകൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് കുത്തിപ്പൊടിച്ചിട്ടുണ്ട്. എല്ലാം അരമണിക്കൂർ. ഇപ്പം ഇവിടെ 12 ആയെങ്കിൽ അവൻ്റെ 11 ആയിട്ടുള്ളൂ കാശ്മീരിൽ. പിന്നെ എല്ലാ വില്ലോ ട്രീസിൻ്റെയും മുകളിൽ ഒരു പാകിസ്ഥാനി ഫ്ലാഗ് പറപ്പിക്കുമായിരുന്നു. 89-ലൊക്കെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത്. അങ്ങനെയുള്ളൊരു കാശ്മീരിൽ ഞാൻ പിന്നീട് ഷൂട്ടിങ്ങിൻ്റെയൊക്കെ സമയം ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടിരുന്നത് പലപ്പോഴും ആളുകൾ മാറി. അവർ പലപ്പോഴും എന്നോടത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അന്നത്തെ ഇൻഫോമേഴ്സൊക്കെ വന്നിട്ട് പറയും, ക്യാ സാബ് കുച്ച് നീ ഹുവാ ഹൈ, ബർബാദ് ഹോ ഗയാ, പൈസ ഒന്നുമില്ല, ഈ ലെവലായി. അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാനിതിങ്ങനെ ഇങ്ങനൊരു പാട്ട് എഴുതിപ്പിക്കാം. അല്ല, ഞാൻ കണ്ടൊരു കാശ്മീരുണ്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊരു കളിച്ച് ചിരിച്ച് നടന്നിരുന്നൊരു വാദിയാണ്, ഉസ് വാദിയോക്ക് പീച്ചെത്തു ഫൂലേം ബോത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സംഭവം ആണ് ഞാൻ ഈ ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്കും എൻ്റെ കുട്ടിക്കും കൂടെ ആ പഴയ കാശ്മീരൊന്ന് കാണാൻ സാധിച്ചെങ്കിൽ അതാണ് അതിലത്തെ വരികൾ. ഈ ഖുദായ ലോട്ടാതെ മേരാ കാശ്മീർ എന്നുള്ളത്, ആ പഴയ കാശ്മീർ എനിക്കുന്നില്ല. അപ്പം അതിനകത്ത് അതെന്തായി, ഇന്നിപ്പോൾ എന്തായി, ഡള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാട്ട് റേഡിയോയിലുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ വെറുതെ ചുമ്മാ ഇരിക്കേ, അവന്മാർ ഈ പാട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് മലയാളീസിനെ കണ്ട ഈ പാട്ടാണ് ഇടും. ഈ ആപ്ക ഉദർക്ക ഫിലിം കാ മേജർ സാബ് കാ, എന്നിട്ട് അവന്മാർ എന്നെ വിളിക്കും.
ശിക്കാരക്കാരൻ്റെ അടുത്ത് എൻ്റെ നമ്പറുണ്ട്. അവൻ വിളിക്കും നിൻ്റെ അടുത്ത് മേജർ സാറിൻ്റെ നമ്പറുണ്ട്. മലയാളീസിന് വലിയ കാര്യമുണ്ട്. മേജറിൻ്റെ നമ്പർ നിൻ്റെ അടുത്തുണ്ട്. നമ്മൾ മേജർ സാബ് ഏലോ വീഡിയോ കോള്. എന്ന് പറഞ്ഞാൽ ഡൽ ലേക്കിൽ ഞാനിപ്പോൾ ഫെബ്രുവരി പോയപ്പം അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ ഏതോ അവിടുത്തെ പാട്ടിട്ട് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ പാട്ടാണ്, ഇത് ഈ മേജർ സാബ് കായെന്ന്. മേജർ സാബ് ആരാന്നുള്ളത് പിന്നെ അറിയില്ല. हमारा एक मेजर साहब है, वो फिल्म बनाया था, साले वो बैठा हुआ है मेजर साहब. പിന്നെ പൈസ വാങ്ങിക്കില്ല, ഫുൾ ഫ്രീഡം. അപ്പം ആ പാട്ട് അവരെപ്പോലും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പാട്ട് ദുബായിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനീസ് കേൾക്കുമല്ലോ ആ പാട്ട്. അത് മനസ്സിൽ നിന്ന് എഴുതിയതാണ്. പിന്നെ ചില സംഭവങ്ങൾ സംഭവിക്കാനുള്ളത് വിത്തിൻ നോ ടൈം നടക്കും. ഒരു പാട്ട് നമ്മൾ കൂത്തിരുന്ന് എഴുതിപ്പിച്ച് ഒന്നും ശരിയാവില്ല. ഈ പാട്ട് 3 മണിക്കൂറിൽ സംഭവിച്ചതാണ്. പ്രിയേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി 2 പേര് വന്നു ബോംബെയിൽ. എൻ്റെ ഫ്രണ്ട്സ് മേജർ സാബ് പ്രിയൻ സാബ് से जरा बात कराना. പ്രിയേട്ടൻ കഥ കേട്ടോണ്ടിരിക്കുക. ഞങ്ങൾ 2 പേരും റൂമിലാണ്. കഥ കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രിയേട്ടൻ എന്നെ അങ്ങനെ നോക്കി, ഭ്രാന്താവുന്നുണ്ട് മൂപ്പർക്ക്. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, സജത് ഐസ കർണ एक पेपर में 1 लाइन लिख के दे देना, मैं साहब को समझ गया. അപ്പം എനിക്ക് മനസ്സിലായി പ്രിയേട്ടനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവന്മാരെ ഊരിപ്പിക്കണമല്ലോ. ഊരിപ്പിച്ച് ഇവർ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പ്രിയേട്ട 1 മിനിറ്റ് കേട്ടോ, ഞാൻ പോരാന്ന്. ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, സജത് ഐസ एक चीज़ है ये जरा लिख सकता है. അവിടെ നിന്ന് പറഞ്ഞതാണ് ആ ലിഫ്റ്റിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ. ഇവരൊരു 11 മണിയായപ്പോൾ എന്നെ വിളിക്കുന്നു രാത്രിയിൽ. അപ്പോൾ പ്രിയേട്ടനും ഉറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ അന്ന് വന്നോന്നുള്ളത്. വന്നിട്ട് പ്രിയേട്ടൻ്റെ റൂം അടച്ച് ഞാനിവിടെ ഡ്രോയിങ് റൂമിൽ നമ്മൾ പതുക്കെ കേൾപ്പിക്കുന്നത്. ആ ബാറിൽ നിന്ന് കൊട്ടി കേൾപ്പിച്ചാണ്. അവർ കൊട്ടിയിട്ട് അവർ പാടി ഖുദാസെ മന്നത്തെ മേരി. 3 മണിക്കൂർ കൊണ്ടുണ്ടായ പാട്ടാണ്. അതങ്ങ് ലോക്ക് ചെയ്തു. ഞാൻ പറയും ഇവൻ തന്നെ പാടട്ടെ. അവന്മാരത് കൈലാഷ്കരനെ കൊണ്ടുവന്ന് പാടിപ്പിച്ച്, കൈലാഷ്കർ പാടിയ സമയത്ത് ഞാൻ ഒരു അരമണിക്കൂർ ലേറ്റായി. റെക്കോർഡിങ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ പറയുക, കൈലാഷ്കർ ഒരു ടേബിളിന് മുകളിൽ ചെയറിന് മുകളിൽ ഇരുന്ന് മൈക്കും വെച്ചിട്ട് പാടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പാടിയെന്ന് കേൾക്കട്ടെ എന്ന്. ഫ്ലാറ്റ്, ആലാപോ ഇതൊന്നുമില്ല. ഖുദാസെ മന്നത്തെ മേരി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൈലാഷി, ഞാൻ അറിയില്ല അയാളാണ്. കൈലാഷി मेरा नाम मेजर रवि है, मैं हूँ डायरेक्टर, जरा अंदर आना चाहता हूँ. ആ ജായിയെ മേജർ സാബ്. 4 അടി 2 ഇഞ്ച് പൊക്കമുള്ള ചെക്കൻ. പക്ഷെ അവൻ ആലാപിൻ്റെ വലിയ ആളല്ലേ. ചെന്നിട്ട് ഞാൻ പറഞ്ഞു कैलाशी आप जो गाना गाया ना मेरे को पसंद है, क्या है उसमें प्रॉब्लम क्या है. ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ ഇതാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ അവൻ്റെ പേര് റേഡിയോയിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഡെയിലി ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ലെറ്റർ അയക്കുകയാണ്. ആ മനുഷ്യൻ 2 വർഷമായിട്ട് കളിയാക്കൽ കേട്ടോണ്ടിരിക്കുകയാണ്, നിൻ്റെ പേരൊന്നും വരില്ല എന്നും പറഞ്ഞിട്ട്. എന്ന് ഇവൻ ഓപ്പറേഷനിൽ മരിക്കുന്നു അന്ന് ഈവനിങ്ങിൽ റേഡിയോയിൽ ആ പാട്ട് വരികയാണ്. അവൻ്റെ ഡെഡ് ബോഡി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവൻ്റെ ഫ്രണ്ട്സ് കേൾക്കുന്നത്. അപ്പോൾ അതിന് ആ പെയിൻ വേണം. ഞാനാണ് എഴുന്നേറ്റ് കസേര വെച്ചിട്ട് आप जाओ उधर, ओ सजद साहब वो सब वाइप आउट करो, शुरू करो. ഇവൻ അവിടെ നിന്ന് നിന്നിട്ട് ഓന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. അതാണ് ആ പാട്ട്. അത് കഴിഞ്ഞിട്ട് ഇവന് 15,000 രൂപയാണ് ഇവൻ്റെ റെമൻഡേഷൻ പറഞ്ഞത്. ഞാൻ പൈസ കൊടുത്തപ്പോൾ കരഞ്ഞുകൊണ്ട് നെയ് ചെയ്യാൻ വരും. അവസാനം 1 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് കോയിൻ ഞാൻ പറഞ്ഞു പോയില്ല. എന്നിട്ട് 10 രൂപ എടുത്തിട്ട് അവൻ പോയി. ഞാൻ ഓട്ടോയുടെ പിറകെ പോകുന്നു. ഞാൻ പറഞ്ഞിട്ട് അവൻ ഓട്ടോ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇത് നീ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ അറബി ചൗധരിക്ക് കൊണ്ടുകൊടുക്കും, എൻ്റെ പോക്കറ്റിലിടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് നീ വെക്ക് പ്ലീസ്. ഫോഴ്സ് ചെയ്ത് വെച്ച് പിന്നെ 100-ാം ദിവസം ആഘോഷത്തിന് ട്രിവാൻഡ്രത്ത് വിളിച്ച് സ്റ്റേജിൽ പാടിച്ച് 50,000 രൂപയും കൊടുത്തിട്ട് വിട്ട്. അത് അങ്ങനെയാണ് ചില സംഭവങ്ങൾ ഉണ്ടാവുക. തിയേറ്ററിൽ സരിത തിയേറ്ററിൽ ഇങ്ങനെ സമുദ്രം പോലെ ഇരുന്ന് ഇങ്ങനെ ആൾക്കാർ 30-ാം ദിവസം ഫുൾ ഹൗസ്ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരടക്കം ഞാൻ ഇങ്ങനെ പറയലെന്ന് പോകും. ഒരു മനുഷ്യ ഇളകുന്നില്ല ഈ പാട്ടിൻ്റെ സമയത്ത്. അവരോടൊക്കെ ബീഡി വലിക്കാൻ പോക്ക് ഒന്നുമില്ല. അങ്ങനൊരു പാട്ട് ഇരുത്താൻ പറ്റുമെങ്കിൽ ലാംഗ്വേജ് പോലും അറിയാതെ അത് ആ മൂഡ് ഫീൽ കിട്ടിയത്. ആസ് യു സെഡ് ദ പെയിൻ വാസ് ദർ, യു കുഡ് ഫീൽ ഇറ്റ്, ദർ ഇസ് സംതിങ് എന്നുള്ളൊരു ഫീൽ വന്നത്. അതൊക്കെ ഒരു ഫിലിം മേക്കിങ്ങിൽ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന സംഭവമാണ്. ഇത് അതുപോലെ എനിക്കൊരു സിറ്റുവേഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷെ പിക്കറ്റ് 43 ഞാൻ അങ്ങനെ ഒരു ഫീലിംഗ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത്.
അതുകൊണ്ട് മാറി മഴ മാഞ്ഞു പോയി, അത് ഫുൾ ട്വലൈറ്റിൽ ചെയ്തിട്ടുള്ളതും, അതുപോലെ 2 പാട്ടുകൾ, ഒന്ന് രാജീവ് ചെയ്തു, ഒന്ന് മുരുകൻ കാട്ടാക്കട എഴുതിയത്. സോ ദിസ് ഓൾ ഹാപ്പൻസ്. പുതിയ എന്തെങ്കിലും വർക്ക് ആ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാലിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് അതൊരു വേറെ ലൈനിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ജീവ അവനും കൂടെ ഉണ്ടെങ്കിലാണ് അതിനകത്തൊരു കിക്കുള്ളൂ. ആ സെക്കൻഡ് പാർട്ടിൽ ജീവയാണ് അതിനകത്ത് ലാസ്റ്റ് ആൾക്കാരുടെ മനസ്സ് പിടിച്ചെടുത്ത്. അവൻ്റെ മരണം, ഇവിടുത്തെ യൂത്ത് പെൺപിള്ളേരൊക്കെ വന്ന് താനെന്തിനാ ജീവനെ കൊന്ന്, അങ്ങനെയൊക്കെയുള്ളൊരു ഫീൽ കിട്ടിയത്. അതെനിക്ക് കൊണ്ടുവരുമ്പോൾ ജീവയുടെ മകനെ കൊണ്ടുവരണം. 10-20 വർഷമായി ജീവയായിട്ട് ജീവയുടെ മകനെ തന്നെ കൊണ്ടുവരിക. എന്നിട്ട് അപ്പോഴത്തേക്കും മോഹൻലാലിൻ്റെ ഞാൻ റാങ്ക് കൂട്ടിയിട്ടും ജനറലാക്കണം. അപ്പോൾ ജനറൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാം എനിക്കാകെ കൺഫ്യൂഷൻ ആവും.